ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് വളരെ മഹത്തായൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അത്രമേൽ വലിയൊരു ദുരന്തവുമാണ്. ഇന്ന് നമ്മളോട് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ പറ്റി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ആലിഫാണ്. ഡോക്ടർ ആലിഫ് ഹോപ്പ്രിഡ്ജ് അനസ്തീഷ്യ അസോസിയേറ്റ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. IMA കൊച്ചിയുടെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് കോർഡിനേറ്ററാണ്. കൂടാതെ കിൻഡർ ഹോസ്പിറ്റലിലെ അനസ്തറ്റിസ്റ്റ് കൂടിയാണ്. വെൽക്കം സർ. താങ്ക് യു സർ, ഇപ്പോൾ നമ്മൾ CPR കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പലർക്കും അറിയാം, പക്ഷേ ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അത് ഒരാൾ അൺകോൺഷ്യസ് ആയി വീണാൽ ഉടനെ നമ്മൾ CPR കൊടുക്കുകയാണോ വേണ്ടത്? അല്ല, യൂഷ്വലി നമ്മളിപ്പോൾ ഒരാൾ കൊളാപ്സ് ചെയ്ത് കിടക്കുന്ന, അതായത് തളർന്ന് വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 4 സിറ്റുവേഷൻസ് ആണ് അവിടെ ഉണ്ടാവാൻ ചാൻസ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കൊരു ക്ഷീണം കാരണം കൊണ്ട് ചിലപ്പോൾ വീണതായിരിക്കും. അപ്പോൾ ആ ആൾക്ക് അവിടെ ശ്വാസോച്ഛ്വാസം ഉണ്ടാവും, അതുപോലെ ഹൃദയം മിടിപ്പും ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ റെസ്പോൺസും ഉണ്ടാവും. ഓക്കെ. പിന്നെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് തീരെ റെസ്പോൺസ് ഉണ്ടാവില്ല, വിളിച്ചാലൊന്നും എഴുന്നേക്കാത്ത ഒരവസ്ഥയായിരിക്കും. പിന്നെ ഉള്ളത് പേഷ്യൻറ്റിന് പൾസ് ഉണ്ടാവും, പക്ഷെ ശ്വാസോച്ഛ്വാസം ഉണ്ടാവില്ല. പിന്നുള്ളൊരു സിറ്റുവേഷനാണ് പൾസും ഇല്ല, ശ്വാസോച്ഛ്വാസവും ഇല്ല, റെസ്പോൺസും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇതിൽ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ സിറ്റുവേഷനാണ്, അതായത് പൾസ് ഇല്ല, ശ്വാസോച്ഛ്വാസം ഇല്ല, റെസ്പോൺസ് ഇല്ല. ഈ 3 ഇതും ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ CPR കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കി സിറ്റുവേഷൻസ് എന്തൊക്കെയാന്നുള്ളത് അതിൽ ഒന്ന്, നമ്മൾ സാധാരണ ഒരാൾ ചിലപ്പോൾ ഒരു വെയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ സോഡിയത്തിൻ്റെ കുറവ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾ തളർന്നു വീഴും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ ഷുഗർ താന്നു പോയി, അതല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് അടുത്തത്. ആ ഇതിൽ ആൾക്ക് റെസ്പോൺസ് ഉണ്ടാവില്ല, പക്ഷേ ബ്രത്ത് എടുക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ ആളെ ഒന്ന് ചെരിച്ച് കിടത്തുക. കാരണം വായെന്നുള്ള നൊരയും പതയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ സെക്രീഷൻസ് ഉണ്ടാവും, അത് താഴെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ 3ാമത്തെ സിറ്റുവേഷനാണ് ആൾ റെസ്പോൺസ് ഇല്ല, ബ്രത്ത് എടുക്കുന്നില്ല, പക്ഷെ പൾസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്, മാനുവൽ ബ്രത്ത് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. പിന്നെ മറ്റൊരു സിറ്റുവേഷൻ, അടുത്ത സിറ്റുവേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രത്ത് ഇല്ല, പൾസ് ഇല്ല, റെസ്പോൺസ് ഇല്ല. ഈ 3 സിറ്റുവേഷൻ ഇതും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഉടനെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പൾസ് ഉണ്ടോ എന്ന് നോക്കണം, ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, ആൾ റെസ്പോൺസീവ് അല്ലെങ്കിൽ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീൻ സേഫ്റ്റിയാണ്. ഇപ്പോൾ ഒരാൾ ഒരു റോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ ഒരു തീയുടെ അടുത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കൊളാപ്സ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് സീൻ സേഫ്റ്റിയാണ്. സീൻ സേഫ്റ്റി കാരണം നമ്മളുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണം, ജീവനെ നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റെസ്പോൺസും ബാക്കി നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായത്തിന് വിളിക്കണം. എന്നിട്ട് അവരോട് നമ്മൾ ആംബുലൻസിന് വിളിക്കാൻ നമ്മൾ പറയാം, അല്ലെങ്കിൽ മെഡിക്കൽ ടീമിന്, എമർജൻസി ടീമിന് വിളിക്കാൻ, ഇൻഫോം ചെയ്യാൻ നമ്മൾ പറയണം. സാർ, അപ്പം നമ്മൾ CPR കൊടുക്കുന്നതിന് മുമ്പേ പൾസ് നോക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണോ? കാരണം എല്ലാവർക്കും അറിയണ്ടാവില്ലല്ലോ പൾസ് നോക്കാനായിട്ട്. ശരിയാണ്. അതായത് ഈവൺ ഇപ്പോൾ നമ്മളൊരു ട്രെയിൻഡ് പേഴ്സണലാണെങ്കിൽ പോലും നമ്മൾ പൾസ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മളുടെ തന്നെ പൾസ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടാനും അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അത് നോക്കാൻ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ഇത് നോക്കി എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ് എല്ലാവരുടെയും പേടി. അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ പുതിയ റീസെൻ്റ് ഗൈഡ് ലൈൻസ് എല്ലാം വെച്ചിട്ട് നമുക്കിപ്പോൾ പൾസ് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇപ്പോൾ ഒരു ആൾ കൊളാപ്സ് ചെയ്ത് കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസ് നോക്കുക, ശ്വാസോച്ഛ്വാസം ഉണ്ടോ നോക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് CPR കൊടുത്തു തുടങ്ങാം. സാർ, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഗുഡ് ക്വാളിറ്റി CPR എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഒരു ഗുഡ് ക്വാളിറ്റി CPR? ഒരു ഗുഡ് ക്വാളിറ്റി CPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന്, അത് പുഷ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, നമ്മൾ അമർത്തി നെഞ്ചത്ത് ഞെക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അത് പറയുന്നത് ഒരു 5 സെൻറ്റിമീറ്റർ എന്തെങ്കിലും ആഴത്തിൽ നമ്മൾ അമർത്തണം എന്നാണ്. അതുപോലെ ആ കംപ്രഷൻ ഒരു സ്പീഡ് ഉണ്ട്, അതായത് 100 to 120 കംപ്രഷൻസ് നമ്മൾ പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്.
അതുപോലെ നമ്മൾ 30 കംപ്രഷൻസ് കൊടുക്കുക. കംപ്രഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് 2 ബ്രത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കംപ്രഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഇത് കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മളത് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഞെക്കാതെ നമ്മൾ അതൊന്ന് റീകോയിൽ ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരാതെ നോക്കണം. മാക്സിമം 10 സെക്കൻഡ്സേ നമുക്കൊരു ഗ്യാപ്പ് വരാൻ പാടുള്ളൂ. ഒന്ന് നിർത്താൻ പാടില്ല. കൊടുക്കുന്ന ആൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ തന്നെ അത് മാറി കൊടുക്കണം. ഓക്കെ സാർ, ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആൾക്കാർ അൺകോൺഷ്യസ് ആവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ കാണുന്ന ഒരാൾക്കും പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവർ ഇപ്പോൾ നമ്മൾ പത്രത്തിലും എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അടുത്ത കാലത്തൊക്കെ വളരെയധികം പ്രായമില്ലാത്ത ഒരുപാട് നടന്മാരും പലരും ഒക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചതൊക്കെ നമ്മൾ കുറേ പത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രായം ഇതിനൊരു ഘടകമല്ല, ഏതൊരാൾക്കും സംഭവിക്കാം. സാർ, ഒരാൾ കുഴഞ്ഞു വീണു, നമ്മൾ CPR തുടങ്ങി, ഈ പറഞ്ഞ രീതിയിലെല്ലാം CPR ചെയ്തു തുടങ്ങി, ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്, പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും ചില സമയത്ത് നമ്മൾ CPR കൊടുക്കുമ്പോൾ ആൾ പെട്ടെന്ന് എഴുന്നേൽക്കാറുണ്ട്. ആ എഴുന്നേൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമച്ചിട്ടായിരിക്കും ആൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, അങ്ങനെ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആളെ ചെരിച്ച് കിടത്തണം. എന്ന് വെച്ചാൽ വായിലുള്ള സെക്രീഷൻസ് എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരിച്ച് കിടത്തി നമ്മൾ മോണിറ്റർ ചെയ്യണം. അതായത് വീണ്ടും ഇതുപോലെ അൺറെസ്പോൺസീവ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രെത്ത് നിൽക്കുന്നുണ്ടോ, നമുക്ക് പൾസ് നോക്കാൻ അറിയാവുന്നവരാണെങ്കിൽ പൾസ് നോക്കണം. എവരി 2 മിനിറ്റ്സ് നോക്കണം. അതിൻ്റെ ഇടയിൽ ഇത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും CPR സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്തായാലും അയാൾ ആശുപത്രിയിൽ എത്തിക്കണം. നമ്മൾ എഴുന്നേറ്റു എന്നുള്ളത് കൊണ്ട് ഇല്ല, കാര്യമില്ല. നമ്മൾ ഈ CPR കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മെഡിക്കൽ ടീമിനെ അറിയിച്ചിരിക്കണം. സാർ, ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ മാനുവൽ ബ്രെത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടതിന് ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആൾക്ക് കഴുത്തിന് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് 2-3 മാനോവേഴ്സ് ഉണ്ട്. ചിൻ ലിഫ്റ്റ്, ഹെഡ് ടിൽറ്റ്, ജോ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വാ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ വായിലേക്ക് നേരെ ഊതുക വേണ്ടത്. അപ്പോൾ അത് ഒരു ബ്രെത്ത് 1 സെക്കൻഡിൽ നമ്മൾ കൊടുക്കുക. ഇപ്പോഴത്തെ പുതിയ ഇതെന്ന് വെച്ചാൽ ഒന്ന് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മളുടെ ഇന്ത്യൻ ഒരു ഇതിൽ ആളുകൾക്ക് കൊടുക്കാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 30 കംപ്രഷൻ കൊടുത്തിട്ട് 2 ബ്രത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അതിനൊരു നിർബന്ധമായിട്ട് പറയുന്നില്ല ബ്രത്ത് കൊടുക്കണം എന്നുള്ളത്. അത് ഹാൻഡ്സ് ഉള്ളി CPR, അതായത് കംപ്രഷൻ ഉള്ളി CPR എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കൊരു 8 to 10 മിനിറ്റ് വരെ നമുക്ക് ഈ കംപ്രഷൻ ഉള്ളി CPR വെച്ചിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ബ്രത്ത് കൊടുക്കാൻ പറ്റും. കാരണം ചിലപ്പോൾ ആൾ ഛർദ്ദിച്ച് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം അസുഖങ്ങൾ, ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കോവിഡ് വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് എപ്പോഴും പേടിയായിരിക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം പറയുന്നില്ല. ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റും, നമുക്ക് അറിയാവുന്ന ഒരാളാണ്, നമുക്ക് അടുത്ത വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാം. ഇനി മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായയുടെ മുകളിലൊരു ടവൽ വെച്ചിട്ട് നമുക്ക് ബ്രത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, നമ്മൾ മോളിലൊക്കെ കാണുന്ന ഒരു മെഷീനുണ്ട്, ഡിഫിബ്രിലേറ്റർ. അത് ശരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണോ അവിടെ വെച്ചേക്കുന്നത്, അതോ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമാണോ അത് വെച്ചിരിക്കുന്നത്? ഇല്ല, ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ പറയുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ CPR കൊടുക്കുന്ന രീതി. ഒന്ന്, മൗത്ത് ടു മൗത്ത് ബ്രീത്ത്, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന രീതി. പിന്നെ AED യൂസ് ചെയ്യുന്ന രീതി, അതായത് ഓട്ടോമാറ്റഡ് എക്സൈറ്റഡ് ഡിഫിബ്രിലേറ്റർ. പിന്നെ ഉള്ളതാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ AED സാധാരണ അത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. നമ്മൾ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ, നമ്മൾ സിനിമകളെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം അതിൻ്റെ ആ മിടിപ്പിൻ്റെ താളം നോക്കിയിട്ടാണ് ഷോക്ക് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ഉള്ളൊരു സ്പീക്കർ ഉണ്ട്, നമുക്കത് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ അത് തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുപോലെ ആ ഒട്ടിക്കേണ്ട പാഡിൻ്റെ മുകളിൽ തന്നെ അത് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഓൺ ആക്കുമ്പോൾ അതിൽ ഓരോരോ കാര്യങ്ങൾ അത് പറഞ്ഞു തരും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് നോക്കും, ഹാർട്ടിൻ്റെ മിടിപ്പ് അസസ് ചെയ്തിട്ട് ഷോക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ഷോക്ക് കൊടുക്കാൻ പറയും, അതല്ലെങ്കിൽ ഷോക്ക് കൊടുക്കണ്ട, CPR കണ്ടിന്യൂ ചെയ്യാൻ പറയും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു AED വെച്ച് CPR കൊടുക്കുമ്പോൾ ഒരു AED അല്ലെങ്കിൽ ഷോക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്.
ഓക്കെ. 3 ഇരട്ടി വരെ നമുക്ക് ചാൻസസ് കൂടുതലാണ്. വെറും CPR മാത്രം CPR മാത്രം കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഹാർട്ട് ഇത് തിരിച്ചു കിട്ടാൻ. കാരണം സാധാരണ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ ആ കണ്ടക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന അബ്നോർമാലിറ്റി. അപ്പോൾ അതിൽ ഒരു മെജോറിറ്റി ആളുകൾക്കും 70% കൂടുതൽ ആളുകൾക്കും ഉണ്ടാകുന്നത് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് ഇങ്ങനെ മിടിപ്പിച്ച്, അതായത് ഫുള്ളായിട്ട് അടിക്കാതെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഷോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സാധാരണഗതിയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് CPR കൊടുത്ത് തിരിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഷോക്കാണല്ലോ അത്, ചിലപ്പോൾ ആൾക്കാർ നനഞ്ഞ് കിടക്കുകയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്വെറ്റ് ചെയ്ത് കിടക്കുമായിരിക്കും. നമ്മൾ നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെള്ളം സറൗണ്ടിങ്സിലുള്ളപ്പോൾ ഈ ഷോക്ക് കൊടുക്കുന്നത് സേഫ് ആണോ? നമ്മൾ എപ്പോഴും വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിൽ ആളെ നമ്മൾ മുകളിലേക്ക് മാറ്റി കിടത്താം. അതല്ലെങ്കിൽ വേർപ്പോ അല്ലെങ്കിൽ അങ്ങനെ നനഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ നനവ് തുടച്ച് കളഞ്ഞിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ പലരുടെയും ദേഹത്ത് രോമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് പറിച്ച് കളയാനുള്ള അല്ലെങ്കിൽ അത് ഷേവ് ചെയ്ത് കളയാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഈ രോമം ഉണ്ടെങ്കിൽ രോമത്തിൻ്റെ മുകളിൽ ഇത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ആ ഷോക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രോമം അവിടെ നിന്ന് കളയണം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കത് ഷേവ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഈ മെഷീനകത്ത് തന്നെ 2 പാഡ് ഉണ്ടാവും, ഒരു എക്സ്ട്രാ പാഡ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പാഡ് നമ്മൾ ഒട്ടിച്ചിട്ട് അങ്ങ് വലിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ രോമം അങ്ങ് പോയി കഴിയുമ്പോൾ ആ ഏരിയ ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ അടുത്ത വേറൊരു എക്സ്ട്രാ പാഡ് ഉണ്ടാവും, ആ പാഡ് ഒട്ടിച്ചിട്ട് നമുക്ക് ഷോക്ക് കൊടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ എത്ര ട്രെയിൻ ചെയ്താലും ഇതൊക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പാനിക്കാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് BLS ട്രെയിനിങ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് കിട്ടേണ്ടത് അത്യാവശ്യമല്ലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ IMA ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് എപ്പോഴും അറിഞ്ഞു ഇരിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കൺമുന്നിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ ഇത് ഒരിക്കലും നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. IMA ആണെങ്കിലും ഇപ്പോൾ കേരളത്തിലൊട്ടൊക്കെ എല്ലാ ബ്രാഞ്ചസും അതുപോലെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ്ങിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. എല്ലായിടത്തും സാധാരണക്കാരെ പഠിപ്പിക്കുകയാണ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എവരി സിറ്റിസൺ ഈസ് എ ലൈഫ് സേവർ എന്നാണ് നമ്മളുടെ ലക്ഷ്യം. സാർ, ഇപ്പം നമ്മൾ സ്കൂളുകളിലും ഒക്കെ നടത്തുന്നുണ്ട് ഇതുപോലത്തെ ബോധവൽക്കരണ ക്ലാസ്സുകൾ. പക്ഷെ അങ്ങനെയൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ അങ്ങോട്ട് പഠിക്കണമെന്ന് താല്പര്യം തോന്നുകയാണ്. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ പറ്റും? ഞാനൊരു കോമൺ മാൻ ആണ്, എനിക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് പഠിക്കണം എന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഏജൻസി ഇപ്പോൾ IMA തന്നെ അതിനൊരു നമ്മുടെ സംസ്ഥാനത്ത് മൊത്തത്തിലായിട്ട് ഈ ഒരു ഇത് നടത്തുന്നുണ്ട്, ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാം ഇൻക്ലൂഡിങ് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പ്രഥമ ശുശ്രൂഷ അവബോധം, ഇതെല്ലാം നമ്മൾ ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു IMA ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലൊരു എമർജൻസി വരുന്നത് ചോക്കിംഗ് ആണ്. ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊണ്ടയിൽ കുരുങ്ങി, കൂടുതലും കുട്ടികൾക്ക്. പക്ഷേ ചോക്കിംഗ് ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു എമർജൻസി സിറ്റുവേഷനാണ്. ഒരാൾ നമ്മുടെ മുന്നിൽ ചോക്കിംഗ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും അയാൾ ചോക്ക് ചെയ്യുവാണെന്ന്? അതായത് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. 2 സിറ്റുവേഷനാണ് അവിടെ പറയാൻ പറ്റുക. ഒന്ന് പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ, അതായത് തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ആൾ ചുമച്ച് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ചുമയ്ക്കാൻ പറ്റും, നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണം അങ്ങ് കുരുങ്ങിയിട്ട് ആൾക്ക് സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആൾ കാണിക്കുന്നത് ഫുള്ള് ഇവിടെ കുരുങ്ങി, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മൾ വെള്ളത്തിൽ മുക്കി പിടിച്ച ഒരവസ്ഥ, നമുക്കൊരു മരണഭയവും കണ്ണൊക്കെ തള്ളി ഭയങ്കര വരാം. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കഴുത്തേൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതായിരിക്കും അവരുടെ ലക്ഷണം കാണിക്കുക. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുക അവരോട്, ശ്വാസം മുട്ടുന്നുണ്ടോ, ഭക്ഷണം കുരിക്കുമെന്ന് ചോദിച്ചാൽ അവർ തല ആട്ടി നമ്മളോട് പറയും. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്താ ഉടനെ ചെയ്യേണ്ടത്? ഞാൻ അതൊന്നും കൂടെ വിഷയം. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ഞാൻ പറഞ്ഞത്, ചുമക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും ചുമക്കാൻ എൻകറേജ് ചെയ്യുക. അപ്പോൾ അത് ചുമച്ച് പുറത്തേക്ക് വരും. ഫുള്ളായിട്ട് ഇവിടെ ഭക്ഷണം തരഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം പുറകിൽ 5 തട്ടി കഴിഞ്ഞിട്ട് ഈ ആളുടെ പുറകിൽ പോയിട്ട് ഹെംലിക്സ് മെനോവർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ മെനോവർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വയറ്റത്ത് നമ്മൾ അടിച്ച് 5 അടി കൊടുക്കുക, ത്രസ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക വായിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും 5 എണ്ണം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
പിന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വായിലിട്ട് കഴിയുമ്പോൾ പൊതുവെ പെട്ടെന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വായിൽ കൈയിട്ടത് എടുക്കാനായിരിക്കും. അത് ചെയ്യാമോ ശരിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് കൊച്ചിന് ഈ അഡൾട്ട്സിന് ചെയ്യുന്ന പോലെയല്ല കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെംലിക്സ് മാനോവർ ചെയ്യാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് പുറകിൽ തട്ടി പിന്നെ തിരിച്ച് ഫ്രണ്ടിലും നമ്മൾ ഇതുപോലെ തട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്, ഇതുപോലെ തല താഴ്ത്തി വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ 5 ഇത് തട്ടി കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ പുറത്തേക്ക് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ ഇട്ടെടുക്കാം. അതല്ലാതെ കൈ ഇടാതെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ ചോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ആൾ അൺകോൺഷ്യസ് ആയി പോവാണ്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ അൺകോൺഷ്യസ് ആയി പോവുകയാണ്. അതായത് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അടഞ്ഞിരിക്കുകയാണ്, ഓക്സിജൻ ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും ആ അൺകോൺഷ്യസ് ആവുന്നതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ അത് ആൾ അറസ്റ്റിലേക്ക് പോയെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പലർക്കും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പോലും ചെയ്യാനൊരു പേടി ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ ഈ റിബ്സ് നമ്മൾ പൊട്ടുന്ന കാര്യം പറഞ്ഞു, ഷോക്ക് ചെയ്യുമ്പോൾ ചിലപ്പം സ്കിന്നിലൊക്കെ ഇത് വരാം. അപ്പോൾ ഇത് ലീഗലി പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആവുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും പലരും ചെയ്യാൻ മടിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടോ? ഇപ്പം ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ് ഇതുപോലെ, വാരിയെല്ലാം ഒടിഞ്ഞ പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നിയമം ഞങ്ങൾ ഇത് നേരിടേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നിയമം എല്ലാം ആയിട്ട് നമ്മൾ പുറകെ നടക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലരും ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ മരണനിരക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം മാറ്റി അവർക്കൊരു പരിരക്ഷ കൊടുത്തത്. 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗുഡ് സമരിറ്റൻ ലോ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യത്തിനും നമ്മൾ നിയമപരമായിട്ട് നമുക്ക് ഒന്നും നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ കഥ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ CPR കൊടുത്തു, വാരിയെല്ലാം ഒടിഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും CPR കൊടുക്കുമ്പോൾ വാരിയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഒരിക്കലും ഒരു മെഡിക്കോ ലീഗൽ നെഗ്ലിജൻസ് ആയിട്ട് വരില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് CPR കൊടുക്കാം. ഈവൻ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ച ആൾക്ക് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇല്ല, ഒന്നും ചെയ്യാതിരിക്കാനേക്കാളും നല്ലതാണ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ CPR കൊടുക്കുന്ന എല്ലാവരും രക്ഷപ്പെട്ടോളണമെന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ആ ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ആ കൊളാപ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ ആ ഒരു വീട്ടിലേക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന അയാളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ വീടിനുണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളിപ്പോൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. ചിലപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷനൊന്നും അല്ല നമ്മളിപ്പോൾ പറഞ്ഞതൊന്നും. അപ്പോൾ ശരിക്കും പലരും വരിക, എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഞാൻ വെരി റെയർലി അത് അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. പക്ഷേ അത് പഠിക്കുന്നത് കൊണ്ട് എന്താ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഇത് CPR ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എടുത്താൽ ഒരാൾക്ക് നമ്മളെപ്പോഴും ഹാൻഡ്സ് ഓൺ ഒരു ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ മാനിക്യൂനിൽ നമ്മൾ ഒരു ഗുഡ് ക്വാളിറ്റി CPR എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും എല്ലാം നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു CPR കൊടുക്കാൻ പറ്റും. അതേപോലെ എന്ത് ചെയ്യണം, എങ്ങനെ സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മളവിടെ നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ എങ്ങാനും കൺമുന്നിൽ ഇതുപോലൊരവസ്ഥ വന്നാൽ അവർക്ക് അത് ധൈര്യപൂർവ്വം നേരിടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും പലരും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. സാർ, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വച്ചും ഇതുപോലൊരു സംഭവം വരാതിരിക്കട്ടെ. എന്നിരുന്നാലും ഇത് വരുമ്പോൾ ഇങ്ങനെ എങ്ങാനും നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കരുത്. ഇൻവോൾവ് ചെയ്യാൻ നോക്കുക. ആ BLS ട്രെയിനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതേപ്പറ്റി ബോധവാന്മാരായിരിക്കുക. ബേസിക് ലൈഫ് സപ്പോർട്ടിനെ പറ്റി നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഡോക്ടർ ആലിഫാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.